എല്ലാവർക്കും ക്യൂൻസ്വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോട്ടിലൊരു ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അതിന് ഞാനിവിടെ വാൾ പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഗീസോ വേണമെങ്കിൽ ഗീസോ എടുക്കാം. വാൾ പെയിൻറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യണ പോലെ ഇങ്ങനെ നമുക്ക് സ്പോഞ്ച് വെച്ച് ചെയ്യാം. ഞാനിവിടെ എല്ലാം ടാപ്പ് ചെയ്താണ് കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ബേസ് കോട്ട്, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് മുകളിൽ ചെയ്യുന്ന അക്രിലിക് പെയിൻറ്റ് നമുക്ക് പൊളിഞ്ഞു പോകുകയില്ല. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ബേസ് കോട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നേരിട്ട് നമുക്ക് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇതിന് മുകളിൽ ഞാൻ ഇപ്പോൾ അക്രിലിക് പെയിൻറ്റ് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഗ്രീൻ, ലെമൺ യെല്ലോ, ഓറഞ്ച് എന്നീ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അതും ഈ സ്പോഞ്ച് ഉപയോഗിച്ച് കുപ്പിയിൽ അപ്ലൈ ചെയ്യുകയാണ്. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇതിന് മുകളിൽ നമ്മൾ വേറെ ഡിസൈൻ ചെയ്യേണ്ടത്, അത് കാരണം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് കോട്ട് അടിച്ചതും ഒരു ലൈറ്റ് കോട്ട് ചെയ്താൽ മതി. അത് വേഗം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതായിരിക്കും. ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്കത് ഉണങ്ങി കിട്ടിയിരിക്കും. ഇപ്പോൾ ചെയ്ത പെയിൻറ്റും നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇത് വേഗം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ബേസ് കോട്ട് ചെയ്ത കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ അക്രിലിക് പെയിൻറ്റ് ചെയ്തിട്ടും അതൊരു ഒട്ടലോ പീലൗട്ടോ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇതിന് നമുക്ക് വേണ്ടത് അടുത്തതായിട്ടൊരു 3D ഔട്ട്ലൈനർ. ഇത് നമുക്ക് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇത് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ മുകളിൽ ഒരു മെഹന്തി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു പേപ്പറിൽ നമ്മളത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളാദ്യം കളയണം. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻസ് വരച്ച് കൊടുക്കാം. ബോട്ടിലിൽ ഫുള്ളായിട്ട് ഞാൻ ഈ ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ സിമ്പിൾ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓരോ തവണ ചെയ്ത് കഴിയുമ്പോഴും പേപ്പറിലൊന്ന് തുടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പല കളേഴ്സുള്ള 3D കോൺസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് 3D കോൺ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ലൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കുന്നതായിരിക്കും നല്ലത്. 3D കോൺ വെച്ച് ചെയ്യുമ്പോൾ ഈ ഫുൾ ഡിസൈൻസ് ഒന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ചൊരു 2-3 മണിക്കൂർ ഏകദേശം വേണ്ടി വരും. ഇപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കട്ടി അനുസരിച്ച്, തിക്നെസ് അനുസരിച്ചിരിക്കും. പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർക്ക് അനുസരിച്ചിരിക്കും ഉണങ്ങി കിട്ടുന്നത്. ഇതിപ്പോൾ എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞാണ് നന്നായി ഒന്ന് ഡ്രൈ ആയി കിട്ടിയത്. എൻ്റെ മിക്ക ബോട്ടിൽ വർക്കിനും ഞാനൊരു ബേസ് കോട്ട് കൊടുക്കാറുണ്ട്. ഒന്നല്ലെങ്കിൽ ഗീസോ അല്ലെങ്കിൽ വാൾ പെയിൻറ്റ്. ഹോം മെയ്ഡ് ഗീസോയുടെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ബോട്ടിൽ മുഴുവനായി ഈ ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റായി. ഞാൻ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കളർ അപ്ലൈ ചെയ്യുകയാണ്. നമുക്കവിടെ ത്രെഡ് ചുറ്റി കൊടുക്കണമെങ്കിൽ ത്രെഡ് ചുറ്റി കൊടുക്കാം. ഞാനവിടെ ഒരു ഓറഞ്ച് തന്നെ, ഈ കളർ കോമ്പിനേഷനിൽ ഓറഞ്ചാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റ്സ് എല്ലാം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്യാം. വാർണിഷ്, ക്ലിയർ വാർണിഷ് പ്രത്യേകം പറഞ്ഞു വാങ്ങണം. നമുക്ക് വുഡ് വാർണിഷൊക്കെ കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ അതിനൊരു യെല്ലോയിഷ് കളർ കൂടുതലാണ്. ഇപ്പോൾ വൈറ്റിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റ് കളർ നമുക്ക് ചേഞ്ച് ആവും. അപ്പോൾ ക്ലിയർ വാർണിഷ് പ്രത്യേകം നമ്മൾ പറഞ്ഞു വാങ്ങണം. നമ്മളത് വാർണിഷ് ബ്രഷിലെടുത്തതിന് ശേഷം നന്നായി അതൊന്ന് അതിൽ എക്സസ് ആയിട്ടുള്ളത് നമ്മൾ പാത്രത്തിൽ തന്നെ തുടച്ച് കളയണം, അങ്ങനെ വടിച്ചെടുക്കണം. എന്നിട്ട് എന്നാലും ബ്രഷിൽ നമുക്ക് വാർണിഷ് കാണും. അത് നമുക്കിങ്ങനെ ഒരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് നന്നായി ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങി നന്നായി ഉണങ്ങണം. ഇതൊരു 1 ഡേ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫുൾ വാർണിഷ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ 1 ഡേ വെക്കാം. ഈ വാർണിഷ് ചെയ്ത ബ്രഷ് നമ്മളൊരു ടർപ്പൻറ്റൈൻ അല്ലെങ്കിൽ ടിന്നർ നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത്. അതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. അല്ലെങ്കിൽ ബ്രഷ് നമുക്ക് വേഗം നാശാവും. ഇപ്പോൾ വാർണിഷ് എല്ലാം നന്നായി കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഫസ്റ്റ് കോട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ഒരു ഫസ്റ്റ് കോട്ട് മാത്രം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.